ഹാപ്പിയാണല്ലേ? വെരി ഹാപ്പി. താരക്, മീരെവിടെ? മുകളിലുണ്ട്. ആദ്യം കാല്, പിന്നെ കൈ, ഇനിയിപ്പോ ബാക്കിയുള്ളത് ഈ തല മാത്രം. ഈ ദസര പാവയെ പോലെ അതും ആടാൻ തുടങ്ങി. ഇതൊക്കെ എപ്പോ നിരന്തരമായിട്ട് നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഡോണ്ട് വറി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ നിന്റെ മുത്തശ്ശനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ ഞാനിതൊക്കെ ചെയ്തത്. പക്ഷെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ വേറെ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. നിനക്കിതൊക്കെ അന്ന് എന്നോട് പറയായിരുന്നില്ലേ മീര? ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമായിരുന്നല്ലോ. ഈ പ്രേമവും വിശ്വാസവും ഒക്കെ ഞാനല്ലേ തുടങ്ങി വെച്ചത്. ഞാൻ തന്നെ ഒരു ദിവസം ഇല്ലെങ്കിൽ നീ നിന്റെ ജീവിതം വെറുക്കത്തില്ലേ? അതുകൊണ്ടാണ് നിന്നോട് ഈ വിഷയം പറയാഞ്ഞത്. ഈ വൃത്തികെട്ട മുഖം മറയ്ക്കാൻ പോലും ഈ കൈകൾക്ക് ശേഷിയില്ലാതായി. മോട്ടോർ ന്യൂറോൺ ഡിസീസ്. ഇത് അപകടകാരിയായ രോഗമാണ്. ശരീരത്തുള്ള നാഡീനരമ്പുകൾ നശിച്ചു പോകും. പിന്നീട് ശരീരത്തിൻ്റെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെടും. ഒടുവിൽ ലങ്സ്, ബ്രെയിന്, ഹാർട്ട്, ഈ മൂന്നിൽ എവിടെ ഈ രോഗം എത്തിച്ചേർന്നാലും ആ വ്യക്തിയുടെ മരണം ഉറപ്പാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെങ്കിലും എന്നോട് മുന്നേ തുറന്ന് പറയാറുന്നില്ലേ? അവൾ എത്ര വലിയ പിടിവാശിക്കാരിയാണെന്നറിയാലോ. ചികിത്സിച്ച ഡോക്ടർ അവൾക്ക് 2 മാസത്തെ ആയുസേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ തനിച്ചാകുമെന്ന് കരുതി ശാരദ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നു. നിന്നെ വിട്ടു പോകുന്നതായി അഭിനയിച്ച് നിന്നെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് അയച്ചു. എൻ്റെ മോൾക്ക് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന ആഗ്രഹം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്മിയുടെ സ്ഥാനമാണ് മീര എനിക്ക് തന്നത്. മീരയെ രക്ഷിക്കാൻ മറ്റു വേറെ വഴിയൊന്നുമില്ല. മീരയുടെ വ്യത്യസ്തമായൊരു കേസാണ്. നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോൾ വേണേലും അത് സംഭവിക്കാം.
സ്നേഹ, എ ഗുഡ് ഫ്രണ്ട്. മുത്തശ്ശന് ഒരുപാട് വേണ്ടപ്പെട്ട ആളാ. നിന്നെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വന്നത്. എൻ്റെ മുഖം കണ്ട് എൻ്റെ മനസ്സിലുള്ളതൊക്കെയാ നീ ഇപ്പോൾ പറഞ്ഞത്. ദാറ്റ്സ് ലവ്. അതെനിക്ക് പഠിപ്പിച്ചു തന്നത് നീയല്ലേ മീര? എൻ്റെ താരക്കിനെ നിനക്കിഷ്ടമാണല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. വി ആർ ജസ്റ്റ് ഗുഡ് ഫ്രണ്ട്സ്. നിന്റെ കാണി എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പഴയ രീതിയായിരുന്നെങ്കിൽ നിന്റെ കണ്ണ് അവിടെ കാണില്ലായിരുന്നു. നിനക്ക് പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ? അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാട്. വേണ്ട, മരിച്ചതിന് ശേഷം അമ്മയുടെ മുന്നിൽ നിന്ന് പാടിക്കോളാം. എന്ത് പറ്റി മീര? മീര, കെട്ടിപ്പിടി, മുറുകി കെട്ടിപ്പിടിക്ക്, ഇനി മുറുകി കെട്ടിപ്പിടിക്ക്. എൻ്റെ അമ്മേ, അമ്മേ. മീര, മീര. Thank you.